ഇന്ത്യൻ ഫുട്ബോളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നൊരു പരിശീലകൻ, അയാളെ സമ്പൂജനായി മടക്കിവിട്ട ഒരു മാനേജ്മെൻറ്റ്, ഇതിന് രണ്ടിനുമിടയിൽ പെട്ടുപോയ ഒരു വലിയ ആരാധക കൂട്ടം. ഒരു സിനിമാ കഥ പോലെ സങ്കീർണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബും അതിൻ്റെ പിന്നണിയിൽ നടക്കുന്ന കഥകളും. ഡേവിഡ് കറ്റാല ഒരൊറ്റ ISL മത്സരം പോലും ജയിക്കാത്ത ആദ്യ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ എന്ന നാണക്കേടുമായാണ് അയാൾ തിരികെ സ്പെയിനിലേക്ക് വണ്ടി കയറിയത്. പകരമെത്തിയത് ഇന്ത്യൻ മണ്ണിൽ പരിചയസമ്പത്തുള്ള ആഷ്ലി വെസ്റ്റ്വുഡ്. പിന്നാലെ പുതിയ വിദേശ താരങ്ങളെത്തി, പുതിയ കോച്ചിങ് സ്റ്റാഫ് എത്തി, ഒടുവിൽ ഒരു വലിയ വിവാദവും തേടിയെത്തി. ഫീൽഡ് വിഷൻ എന്ന സ്പോർട്സ് മാധ്യമത്തിൻ്റെ സ്പാനിഷ് പ്രതിനിധിയായ ജെറമിയുമായി ഡേവിഡ് കറ്റാല നടത്തിയ അഭിമുഖമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലെ ഹോട്ട് ടോപ്പിക്. തൻ്റെ കരിയറിലെ ഇരുണ്ട ദിനങ്ങളെ ഓർത്തെടുക്കുന്ന കറ്റാല ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ചില ദുർനടപ്പുകളെ ആ അഭിമുഖത്തിൽ തുറന്നു കാണിക്കുന്നുമുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ഞാൻ ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത്. ടീമിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും ലീഗിൻ്റെ അനിശ്ചിതത്വവും ഒക്കെ അതുവരെ ഉണ്ടായിരുന്ന സമവാക്യങ്ങളെ മാറ്റി എഴുതി. പല താരങ്ങളെയും ഞങ്ങൾക്ക് നഷ്ടമായി. പിന്നെ നിലനിൽപ്പ് മാത്രമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏക മാർഗം. പക്ഷേ ഞാനതിൽ പരാജയപ്പെട്ടു. ടീമിനായി പോയിന്റുകൾ നേടിക്കൊടുക്കാൻ എനിക്കായില്ല. ഒടുവിൽ വേദനയോടെയാണെങ്കിലും ഞാൻ ടീം വിടാൻ തീരുമാനിച്ചു. ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള തൻ്റെ ആദ്യ ISL ക്യാമ്പയിനെ ആകത്തുകയായി കറ്റാല പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ആ അഭിമുഖത്തിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് കറ്റാല നടത്തിയ മറ്റൊരു പ്രതികരണമാണ്. അതും ടീമിലെ വിദേശ താരങ്ങളെ പറ്റി. ഞാനീ പറയുന്നത് സത്യമാണ്. നിങ്ങൾ ആരാധകർ ഒരിക്കലും അറിയരുതെന്ന് മാനേജ്മെൻറ്റ് കരുതുന്ന ഒരു സത്യം. നമ്മൾ ടീമിലെത്തിച്ച വിദേശ താരങ്ങളൊക്കെയും ശമ്പളമില്ലാതെയാണ് ഇവിടെ കളിക്കുന്നത്. കഴിഞ്ഞൊരു 4-5 മാസം ടീമില്ലാതെ നിൽക്കുന്ന ലോ പ്രൊഫൈൽ താരങ്ങളാണവർ. കളിക്കാൻ അവസരമൊരുക്കാമെന്ന പേരിലാണ് അവരെ മാനേജ്മെൻറ്റ് ടീമിലെടുത്തത്, കറ്റാല പറഞ്ഞു. കറ്റാലയുടെ വാക്കുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് പരിശോധിക്കുമ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ടീമിലെ പല വിദേശ താരങ്ങളും അവസാന കുറച്ചു മാസമായി ടീമില്ലാതെ നിൽക്കുന്നവരായിരുന്നു. ഇനി ഏതെങ്കിലും ടീമുമായി കരാറുള്ളവരാകട്ടെ ഒന്നുകിൽ കളിക്കുന്നത് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ടയറിലാവും. അതിൽ തന്നെ പലർക്കും ഒരു സീസണിൽ കിട്ടിയത് വെറും 10-ൽ താഴെ മത്സരങ്ങളിൽ കളത്തിലിറങ്ങാൻ അവസരം മാത്രം. ചുരുക്കി പറഞ്ഞാൽ മറ്റു ടീമുകളിൽ കളിക്കാൻ അവസരമില്ലാത്തവർക്ക് കളിക്കാനൊരു ടീം. അതാണ് മാനേജ്മെൻറ്റ് സ്വപ്നം കണ്ട ബ്ലാസ്റ്റേഴ്സ്. കറ്റാലയോടുള്ള അടുത്ത ചോദ്യം വന്നത് അയാളുടെ ടീം ഫോർമേഷനെയും ടാക്ടിക്സിനെയും കുറിച്ചായിരുന്നു. അതിനും അയാളുടെ കയ്യിൽ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. ലൂണയെ പോലുള്ള ക്വാളിറ്റി പ്ലെയേഴ്സിനെ സീസണിന് മുമ്പേ ഞങ്ങൾക്ക് നഷ്ടമായി. അതോടെ മിഡ്ഫീൽഡിൽ കളി ക്രിയേറ്റ് ചെയ്യുന്ന ശൈലി എനിക്ക് മാറ്റേണ്ടി വന്നു. കൂറു സിംഗിനെയും കെവിൻ ജോക്കിനെയും പോലുള്ള സ്പീഡി വിംഗർമാരെ ഉപയോഗപ്പെടുത്തി ഒരു വൈഡ് അറ്റാക്കിംഗ് ഫോർമേഷനായിരുന്നു പിന്നീട് ഞാൻ നടപ്പാക്കിയത്. ഓരോ മത്സരങ്ങളിലും അതിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുമ്പോൾ ഞാൻ പതിയെ ഫോർമേഷനിലും മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. അതുകൊണ്ടാണ് ചില കളികളിൽ 3 ഡിഫൻഡർമാരും മറ്റു ചിലരിൽ 4 പേരും കളത്തിലിറങ്ങുന്നത്. അതുപോലെയുള്ള താരങ്ങളെ വിട്ടുകളയാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഐമനും അസറും ഒക്കെ ടീം വിട്ടത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിലുള്ള മറുപടിയായി കറ്റാല പറയുന്നത് ഇങ്ങനെയാണ്. താരങ്ങളുടെ ഈ കൂടുമാറ്റത്തിന് ഞാനുമായി ഒരു ബന്ധവുമില്ല. എനിക്ക് അവരെയെല്ലാം എൻ്റെ ടീമിൽ വേണമായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റിന് അതങ്ങനെ ആയിരുന്നില്ല. ഓഫർ ലഭിച്ചാൽ ആർക്കും ടീം വിടാം. ഐമനും ഹസറും ലൂണയും നോഹയും ഒക്കെ പോയത് അങ്ങനെ തന്നെയാണ്. സൂപ്പർ കപ്പിന് ടീമിലെത്തിയ കോൾഡോവിയേറ്റയും യുവാൻ റോഡ്രിഗസും ഒക്കെ പോയതും അതേ കാരണം കൊണ്ടാണ്, കറ്റാല അടിവരയിട്ട് പറഞ്ഞു. ക്ലബിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കി താൻ തൻ്റെ ശമ്പളം വെട്ടിക്കുറച്ചെന്നും ടീമുമായി നല്ല ബന്ധത്തിലായിരുന്നു അവസാനം വരെ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു കമാൻഡിംഗ് പവറുള്ള നായകനെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ മിസ് ചെയ്തു. സീസണിൻ്റെ തുടക്കം മുതലേ ആരാധകർ പറയുന്ന അതേ കാര്യം ഒടുവിൽ കറ്റാലയും പറഞ്ഞു. പിച്ചിനകത്തും പുറത്തും അങ്ങനെ ഒരു കളിക്കാരൻ അനിവാര്യമായിരുന്നു. ആ റോൾ ഒരിക്കലും ഒരു പരിശീലകന് ഒറ്റയ്ക്ക് ചെയ്യാനാവില്ല. കളിക്കാർ ആ റോൾ സ്വയം ഏറ്റെടുക്കാൻ സജ്ജരാവണം. പക്ഷേ ടീമിൽ അങ്ങനെയൊന്നും നടന്നില്ല. തൻ്റെ പരാതി പരിഭവങ്ങളുടെ കൂട്ടത്തിലേക്ക് കറ്റാല ഒന്നുകൂടി പറഞ്ഞു വെച്ചു. പഞ്ചാബിനെതിരായ മത്സരശേഷം എൻ്റെ പുറത്താകൽ ഏതാണ്ട് ഉറപ്പിച്ചതാണ്. അണിയറിയിൽ അതിനു മുമ്പേ പുതിയ പരിശീലകന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മത്സരശേഷം സഹപരിശീലകൻ ചിൻഡ മാധ്യമങ്ങളെ കണ്ടത്. പ്രതിസന്ധി ഘട്ടത്തിലും ടീമിന് പിന്തുണ നൽകി ഗാലറിയിലെത്തിയ ആരാധകർക്ക് നന്ദി. തോൽവികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, കറ്റാല പറഞ്ഞു നിർത്തി. മാനേജ്മെൻറ്റിൻ്റെ മെല്ലപ്പോക്ക് കാരണം സ്വയം കുരുതി കൊടുക്കേണ്ടി വന്ന പരിശീലകരുടെ ലിസ്റ്റിലെ പുതിയ പേരാണ് ഡേവിഡ് കറ്റാലയുടേത്. സീസണിൽ ഇനിയും ഒരു ജയം പോലും കണി കാണാൻ കിട്ടാത്ത കൊമ്പന്മാർക്ക് വെസ്റ്റ്വുഡിന് കീഴിൽ എന്തെങ്കിലും ചെയ്യാനാവുമോ? കരീം ബനാറഫും ഫ്രാൻസിസ്കോ അബാലയും പോലുള്ള പുതിയ വിദേശ താരങ്ങൾക്ക് ടീമിൽ തിളങ്ങാനാവുമോ? പീറ്റർ ഹാർട്ട്ലിയുടെ വരവ് മാറ്റങ്ങൾ കൊണ്ടുവരുമോ? കാത്തിരിക്കാം ആ ഉത്തരങ്ങൾക്കായി.